കാന്താരി മുളക് എടുത്ത് കടിക്കാം, പക്ഷെ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് എടുക്കുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്വന്തമായിട്ട് മത്സ്യകൃഷി നടത്തി ആഹാരത്തിൽ ഒരു മായവും ഇല്ലാതെ നല്ല ഫുഡ് വിളമ്പുന്ന ഒരിടത്താണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അതും നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലം. നാടൻ പഴങ്കഞ്ഞിയുടെ കൂടെ സ്വന്തമായിട്ട് മീൻ വളർത്തി ആ മീനാണ് ഇവിടുത്തെ ചേട്ടൻ കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നല്ല പച്ചമരിച്ചിനിയിൽ പുട്ടുണ്ടാക്കിയാണ് കൊടുക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ ഇറച്ചി വിഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ പഴങ്കഞ്ഞി ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ. നമ്മൾ അങ്ങനെയുള്ള ഒരിടത്താണ് വന്ന് എന്താണേലും നമ്മൾ ഒരു വീഡിയോ എടുക്കത്തുള്ളൂ. അതിലൊന്നാണ് ഈ ചേട്ടൻ സ്വന്തമായിട്ട് മത്സ്യകൃഷി നടത്തി ഇവിടുത്തെ മത്സ്യം മറ്റുള്ളവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ കിട്ടുന്ന പഴങ്കഞ്ഞിക്ക് വെറും 50 രൂപയാണ്. അതും അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. പഴങ്കഞ്ഞിയുടെ കൂടെ ഉണക്കമീൻ കിട്ടുമെങ്കിലും ചേട്ടന്റെ പറമ്പിലെ കുളത്തിൽ മത്സ്യകൃഷി നടത്തി അവിടുന്ന് എടുക്കുന്ന മത്സ്യമാണ് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത്. ജ്യോതിഷ് ചേട്ടന്റെ വീട്ടുപറമ്പാണിത്. ഈ പറമ്പിൽ തന്നെയാണ് കുളം ഉള്ളത്. അപ്പൊ ഈ കുളത്തിലാണ് മത്സ്യകൃഷി നടത്തുന്നത്. ഒരുപാട് മീനുകളുണ്ട്. ഇവിടെ എപ്പോഴും വല ഇട്ടേക്കും കേട്ടോ. മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ചെറുതാണ് കയറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു വരുന്നുണ്ട്. ഇതൊന്നും വലുതല്ല, ഇത് 1 കിലോ മീനുണ്ട് ഇവിടെ. ഇതെല്ലാം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ ചെറിയ സൈസ് ഇതെല്ലാം കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ മീൻ വളർത്തുന്ന കുളം കണ്ടു, മീൻ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജ്യോതിഷ് ചേട്ടന്റെ കടയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ചേട്ടന്റെ 50 രൂപയുടെ പഴങ്കഞ്ഞിക്കട. ഇവിടുത്തെ പാത്രങ്ങളെല്ലാം മൺപാത്രങ്ങളാണ്. പഴങ്കഞ്ഞി വച്ചിരിക്കുന്നതാണെങ്കിലും മോര് രസമൊക്കെ വച്ചിരിക്കുന്നതാണെങ്കിലും മൺകലത്തിലാണ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമായിരിക്കും, ഒരു രീതിയിലും കേടാകുകയില്ല. ഇതൊക്കെ വിളമ്പുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ പഴങ്കഞ്ഞി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ജയ അരിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. തലേ ദിവസത്തെ ചോറാണ് വെള്ളം ഒഴിച്ചിട്ടിട്ട് വന്നിരിക്കുന്ന പഴങ്കഞ്ഞി, എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നല്ല കപ്പ, നല്ല വെന്തുടഞ്ഞ കപ്പയാണ്. പിന്നെ നല്ല മോരുമുളകുണ്ട്, പിന്നെ മോരുണ്ട്, മോര് കലക്കിയതുണ്ട്. പിന്നെ ഇത് രസമാണ്, നല്ല രസമാണ് കേട്ടോ ഇത്. പിന്നെ ഉണക്കമീനുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാന്താരി മുളക് എടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം ഇടാനായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. ആ രസത്തിന്റെ ടേസ്റ്റ് നല്ല മുന്നിട്ട് നിൽപ്പുണ്ട്. രസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ മോര്, ഈ പഴഞ്ചോറ് എല്ലാം കൂടെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഇത് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഒന്നും അല്ല. പക്ഷെ ഇവിടെ ഇത് വിളമ്പുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് ഇതൊരു സ്പെഷ്യലാണ്. മാങ്ങ അച്ചാറുണ്ടേ. ഓ ആണോ?
ഉണക്കമീൻ. ഇത് കുഞ്ഞു ചാളയുടെ ഉണക്കമീനാണ്. ഇടയ്ക്ക് നമുക്ക് ഇതെടുത്ത് കടിച്ചു നോക്കാം. ഇതത്ര എരിവൊന്നുമില്ല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കാന്താരി മുളക് എടുത്ത് കടിക്കാം. പക്ഷെ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് കഴിക്കാം. ഹെവി പഴങ്കഞ്ഞി കഴിച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്തത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാല് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ഈ കപ്പ പുട്ട്, അതായത് പച്ച കപ്പ പുട്ട് എന്ന് പറയുന്നത്. ഈ കപ്പയുടെ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞിട്ട് അതിന്റെ കപ്പയ്ക്ക് ഒരു പെർസെന്റേജോളം പോയിസൺ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ പോയിസൺ എല്ലാം കളഞ്ഞിട്ട് അതിന്റെ കട്ട് വരുന്നത് എല്ലാം കളഞ്ഞിട്ട് പ്യുവർ ആയിട്ട് കപ്പ എടുത്തിട്ട് പുട്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഈ കപ്പയുടെ കൂടെ അരിമാവ് ഒക്കെ കൂടി ചേർത്തിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, പ്യുവർ ഇതാണ്, കപ്പയാണ്. അതിന്റെ കൂടെ നമ്മുടെ തേങ്ങാപ്പീരിയും കൂടി ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതിയാണ്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നോക്കിയോളൂ, നല്ല സോഫ്റ്റ് പുട്ടാണ്. നോക്കിയോളൂ, കണ്ടില്ലേ? അപ്പൊ അതിന്റെ കൂടെ തന്നെ നല്ല നാടൻ പോത്തിറച്ചിയും കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല നാടൻ പോത്താണ്. രണ്ടും കൂടെ കൂട്ടിയൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് കപ്പ മാത്രമായിട്ട് കഴിച്ചു നോക്കാവേ. പ്യുവർ കപ്പ ആയതുകൊണ്ട് തന്നെ ആ കപ്പയുടെ ടേസ്റ്റ് മാത്രമാണ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ കപ്പ ഇളക്കിയത്, പുഴുങ്ങിയത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണിത്. ആ ഒരു ടേസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ആവിയിൽ വേവിച്ചെടുക്കുന്ന ആ ഒരു കപ്പ, പ്യുവർ കപ്പ, അതിന്റെ കൂടെ കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പോത്തും കൂടി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പോത്തുകറി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ജ്യോതിഷ് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ നല്ല സ്പെഷ്യൽ ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഈ കപ്പയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ കപ്പ പുഴുക്കൊന്നും കഴിക്കുന്ന അതേ ടേസ്റ്റേ അല്ല, ഡിഫറെന്റ് ടൈപ്പ് ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് തന്നെ കഴിക്കണം. ഈ ഒരു ടൈപ്പ് പുട്ട് നമുക്ക് വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ പോത്ത് മാത്രമല്ല, ബീഫും ചിക്കനും ഒക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ കക്ക ഇറച്ചിയും കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ കക്കയാണ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ചിപ്പിയല്ല, വളരെ ചെറിയ കക്കയാണ്. ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആലപ്പുഴ സൈഡിലൊക്കെയാണ്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം അവിടെയൊക്കെയാണ് ഈ കക്ക ഇറച്ചി ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ സാധാരണയായിട്ട് വച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചേട്ടൻ ഈ കക്ക ഇറച്ചി വിളമ്പുന്നുണ്ട്. വളരെ ചെറിയ ഒരു ടൈപ്പ് മീറ്റാണ് ഈ കക്ക എന്ന് പറയുമ്പോൾ. കഴിച്ചു നോക്കാം. സൂപ്പർ ആയിട്ടുണ്ടോ? കക്ക തോരനാണ് അല്ലേ? ഇത് കക്ക തോരനാണ്. ഈ കക്ക റോസ്റ്റ് അല്ലാതെ കക്ക ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. തോരൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. റോസ്റ്റും ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഇവിടെ വന്നാൽ കക്ക ഇറച്ചിയും കിട്ടും. ഇവിടുത്തെ ചേട്ടൻ ഇത് കൊല്ലം നീണ്ടകരയൊക്കെ പോയിട്ടാണ് കൊണ്ടുവരുന്നത് ഈ ഒരു കക്ക. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പുട്ടും പോത്തിറച്ചിയും കക്കയും എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇത് കഴിക്കാം. വളരെ ദൂരമൊന്നുമില്ല, ഇവിടേക്ക് വരാനായിട്ട് ഒരു 29 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിക്കാം, ബാക്കി കൂടി കഴിക്കാം.
എൻ്റെ പേര് ജ്യോതിഷ് കുമാർ. പഴങ്കഞ്ഞി കച്ചവടം തുടങ്ങിയിട്ട് ഒരു 7-8 മാസമായി. പിന്നെ മെയിനായിട്ട് നമ്മുടെ മരിച്ചിനിക്കുട്ട്, പച്ച മരിച്ചിനിക്കുട്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ പെരട്ട്, ബീഫ്, പിന്നെ പോത്ത്, കുളത്തിൽ നിന്ന് പിടിക്കുന്ന സ്ലോപ്പിയ മീൻ. ആഴ്ചയിൽ 1-2 ദിവസം കക്ക ഇറച്ചി കാണും, മുയലിറച്ചി കാണും. സ്പെഷ്യൽ ഏതെങ്കിലും ഇതുപോലെ ഓരോ ദിവസം മാറി മാറി പന്നി ഇറച്ചി. പിന്നെ ഒരു മായവും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിക്കുന്നതും ഇറച്ചി ചെയ്യുന്നതും എല്ലാം വെളിച്ചെണ്ണയിലാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വെറുതെ പറയല്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കഴിച്ചു നോക്കാം. നമുക്ക് സിറ്റിയിലുള്ളവരൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഓതന്റിക് രീതിയിൽ വിളമ്പുന്ന രീതിയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും പഴങ്കഞ്ഞി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ബൗളിലാക്കി കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഇവിടെ സെപ്പറേറ്റ് പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന അതേ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റിന്റെ കാര്യത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ കപ്പപ്പുട്ടിന്റെ കാര്യമാണെങ്കിലും അതെ, വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല പ്യുവറായിട്ട് അതിന്റെ ഒരു പോയിസണും ഇല്ലാതെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള ഫുഡാണ് ഇവിടെ വിളമ്പുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ വന്ന് കഴിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു സ്പോട്ടായിട്ട് നമുക്ക് കാണാം. ബൈ.